അപ്പോൾ ഗൈസ് ഗുഡ് മോർണിംഗ്. ഇതാ നമ്മൾ കോളേജിൽ പോകാൻ വേണ്ടി റെഡിയായി. 2024 നമ്മൾ ആദ്യത്തെ ക്ലാസ് ആണ്. അപ്പോൾ നമുക്ക് നേരെ കോളേജിലേക്ക് പോകാം. ഗൈസ് നമ്മൾ കോളേജിലെത്തി. നമുക്കിനി നേരെ കിച്ചണിലേക്ക് പോയി. അതായത് ഷെഫ് കോട്ടും തൊപ്പിയെല്ലാം ഇട്ടിട്ടുണ്ട്. നമുക്കിനി നേരെ കിച്ചണിലേക്ക് പോവാം. പിന്നെ അവിടെ നിന്ന് വീഡിയോ എടുക്കാം. ജേഴ്സ് നമ്മൾ കിച്ചണിലെത്തിയതാ. ഓരോ അരിയനാണ് കേബേജ് അരിയണതാ. അവിടെ ഒരാൾ മറ്റേ ഡോണറ്റ്സിൻ്റെ സംഭവമാക്കുന്നുണ്ട്. ഇതാ ക്യാരറ്റ് ഇത് അരിഞ്ഞായിട്ട് നമ്മൾ ഡോണറ്റ്സ് ആക്കുന്നുണ്ട്. അപ്പം ഞാൻ ആക്കുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാം. ജേഴ്സ് ഇന്നത്തെ മെനു എന്ന് പറയുന്നത് നമ്മുടെ ഡോണറ്റ്സ് ആണ്. അപ്പോൾ നമ്മളിതാ ഇതാക്കലാണ്. ഡോ ഒക്കെ റെഡിയായി. ഇതാ അതിൻ്റെ റൗണ്ട് പോലെ ആയിട്ട് ടച്ച് ഉണ്ട്. അത് വെച്ചിട്ട് പ്രസ് ചെയ്തിട്ട് ഈ റൗണ്ട് ഷേപ്പിലേക്ക് എടുക്കുക ഈ സാധനം. ഞാൻ ശരി കാണിച്ചത് അവിടെ ചോക്ലേറ്റ് മെൽറ്റ് ആക്കുന്നുണ്ട്. ഗൈസ് ഇത് വെച്ചിട്ടാണ് ആ റൗണ്ട് ഷേപ്പിൽ എടുക്കുന്നത്. ഞാൻ കാണിച്ചുതരാം. ഗൈസ് കറക്റ്റ് ഇതാ റൗണ്ട് ഷേപ്പിൽ ഒരു നടുക്കിലത്തെ സാധനം നമ്മൾ റിമൂവ് ചെയ്യണം. ഗൈസ് ഡോണറ്റ് ഡിപ്പ് ചെയ്യാനുള്ള ചോക്ലേറ്റ് റെഡിയായി. ഡാർക്ക് ചോക്ലേറ്റാണ് എടുത്തത്. അത് നമ്മൾ ഫ്രഷ് ക്രീം ആഡ് ആക്കിയിട്ടുണ്ട്. അത് റെഡിയായി വരുന്നുണ്ട്. ഗൈസ് ഇതിനെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്യാം. ഗൈസ് അപ്പോൾ ചോക്ലേറ്റിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഡിപ്പ് ചെയ്തിട്ട് വെക്കാം. രണ്ട് രീതിയിൽ നമ്മൾ ആക്കുന്നുണ്ട്. ഒന്ന് ചോക്ലേറ്റ് ഡിപ്പ് ചെയ്തിട്ടും ഒന്ന് ജസ്റ്റ് ഷുഗർ പൗഡർ സ്പ്രിങ്കിൾ ചെയ്തിട്ടും. അപ്പോൾ ഗൈസ് നമ്മൾ ചോക്ലേറ്റിലൊക്കെ ഡിപ്പ് ചെയ്ത് എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടീൻ്റെ കുറച്ച് ഇതുണ്ട്. അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മേലെ വിതറി കൊടുക്കാം. അപ്പം ഗായ്സ് ഇതാ ഡോണറ്റ്സ് റെഡിയായി. അപ്പോൾ നമുക്കിതിന് കഴിച്ച് നോക്കാം. ഗായ്സ് എല്ലാവരും കഴിക്കലാണ്. ഞാനും കഴിച്ചതാ. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഗായ്സ് ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ പ്രാക്ടിക്കൽ. അപ്പോൾ നമുക്കിനി ഞാൻ ക്ലാസ്സിലെത്തിയിട്ടെടുക്കാം. അപ്പം ഗൈസ് ഇതായിരുന്നു നമ്മൾ ഇന്നത്തെ പ്രാക്ടിക്കൽ ക്ലാസ്. ഇനി പ്രത്യേകിച്ച് വേറെ പ്രാക്ടിക്കലോ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഇനി ക്ലാസ്സാണ് വൈകുന്നേരം വരെ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ പുതിയ വീഡിയോ കാണുന്നതിലേക്കും ബൈ.